LPG പ്രതിസന്ധിയെ തുടർന്ന് വിഷുസദ്യ പരിമിതപ്പെടുത്തുകയാണ് കേറ്ററിംഗ് സ്ഥാപനങ്ങൾ. ഓർഡർ എടുക്കുന്നത് കുറച്ചിരിക്കുന്നു. നിലവിൽ ലഭിക്കുന്ന സിലിണ്ടർ കൊണ്ട് കൂടുതൽ ഓർഡർ എടുക്കാനാകില്ല എന്നാണ് സ്ഥാപനങ്ങൾ പറയുന്നത്. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി. ഷാബാസ്, നിലവിൽ തന്നെ ഹോട്ടലുകളിൽ ഇപ്പോൾ സ്വിഗ്ഗിയിലൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഊണ് ഓർഡർ ചെയ്താൽ കറിയൊക്കെ കുറവാണ് വരുന്നത്. അത്രത്തോളം നൽകാനാകുന്നില്ല എന്ന് ഹോട്ടൽ ഉടമകൾ പറയുമ്പോൾ ഉറപ്പായിട്ടും സദ്യയും അത് ബാധിക്കുമല്ലോ. എന്താണ് ഈ വിഷുസദ്യയുമായിട്ട് റെസ്റ്റോറന്റുകൾ പറയുന്നത്? സ്മൃതി, പശ്ചിമേഷ്യയിലെ യുദ്ധം മൂലം നേരത്തെ തന്നെ പല പ്രതിസന്ധികളും ഹോട്ടൽ മേഖലയിലും കാറ്ററിംഗ് മേഖലയിലും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഭക്ഷണത്തെയും ആഘോഷങ്ങളെയും ഒക്കെ നേരത്തെയും അത് ബാധിച്ച് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിഷുസദ്യയുടെ കാര്യത്തിലും അത് ബാധിക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. വിഷുസദ്യ പലയിടങ്ങളിലും ക്യാൻസൽ ചെയ്യുന്നു, അല്ലെങ്കിൽ വിഷുസദ്യ നടക്കുന്നില്ല എന്നാണ് പലയിടങ്ങളിൽ നിന്നും കാറ്ററിംഗ് സ്ഥാപനങ്ങളിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ കൊടുക്കുന്ന ഹോട്ടലുകളാകട്ടെ അത് വളരെ പരിമിതപ്പെടുത്തി ചെറിയ ഓർഡറുകൾ മാത്രമാണ് അവർക്ക് നൽകാനാകുന്നത് എന്നാണ് പറയുന്നത്. നിലവിൽ ലഭിക്കുന്ന ഗ്യാസ് വെച്ചുകൊണ്ട് അത്രയും ഓർഡർ വിഷുസദ്യ കൊടുക്കാൻ കഴിയില്ല എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വിറകടുപ്പിലാണ് ഈ പാചകം നടക്കുന്നത്. ഇതുകൊണ്ട് കഴിയുന്ന അത്രയും മാത്രമേ കൊടുക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പനമ്പള്ളി നഗറിലെ ആര്യാസ് കിച്ചണിലാണ്. ഇവിടുത്തെ സ്റ്റാഫായ ബൈജു ചേട്ടനുണ്ട്. ചേട്ടാ, എന്താണ് ഇപ്പോൾ വിഷുസദ്യയുടെ ഓർഡറുകൾ കൊടുക്കാൻ കഴിയില്ല എന്നാണ്? കൊടുക്കാൻ കഴിയുമെന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ കൊല്ലം എന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ 7 കൊല്ലം മുടങ്ങാതെ നടന്ന സംഭവമാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ 500 സദ്യ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇത്തവണ നമുക്ക് അതൊരു പകുതിയായിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം മുടങ്ങാതിരിക്കാൻ നമ്മൾ നടത്തുന്നു എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ഇത് മുടങ്ങാതിരിക്കാൻ വേണ്ടി പേരിന് കൊടുക്കുന്നു. അതെ, കാരണം ഗ്യാസിൻ്റെ ഇഷ്യൂ കാരണം നമുക്കത് പൂർണ്ണമായിട്ട് റണ്ണിങ്ങിൽ വരാൻ പറ്റില്ല. അതുകൊണ്ട് വിറകടുപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് അത് മുടങ്ങാനും പാടില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ എത്ര കുറ്റി കിട്ടുന്നുണ്ട് ഗ്യാസ് സിലിണ്ടർ? നമുക്ക് ആഴ്ചയിൽ 2, 3, 4 കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും ആവില്ല? ഇല്ല, നമുക്ക് ഡെയിലി ഒരു 6 കുറ്റിയെങ്കിലും വേണം ഫുൾ മെനു റണ്ണിങ് ആക്കണമെങ്കിൽ. അതുകൊണ്ട് മെനു ചുരുക്കി പോകുന്നതുകൊണ്ട് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇപ്പോൾ വിറകടുപ്പിലേക്ക് ആക്കിയില്ലേ പാചകം? തീർച്ചയായും വിറകടുപ്പിലേക്കായി. സ്മൃതി, അതുപോലെ തന്നെ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, വിറകടുപ്പിലാണ് ഏകദേശം പാചകമൊക്കെ നടക്കുന്നത്. അത്യാവശ്യ സാധനങ്ങൾ മാത്രമാണ് ഈ ഗ്യാസ് സിലിണ്ടർ വെച്ച് പാചകവാതകം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. നമുക്കിതാ ദൃശ്യങ്ങളിൽ കാണാം, പപ്പടം കാച്ചാൻ വരെ ഇലക്ട്രിക് സ്റ്റൗ ഉപയോഗിച്ചാണ് പപ്പടം കാച്ചുന്നത്. ഇതിൽ എത്രത്തോളം പരിമിതമായി മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ അത്രത്തോളം പരിമിതമായ ഓർഡറുകൾ മാത്രമേ വിഷുസദ്യക്ക് എടുക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. പല ഹോട്ടലുകളും ഇത് മുടങ്ങാതിരിക്കാൻ വേണ്ടി പേരിന് നടത്തുന്നു. വരുന്ന ഓർഡറുകൾ മാത്രം എടുത്തു കൊടുക്കുന്നു, പരസ്യം നൽകുന്നില്ല, അല്ലെങ്കിൽ വിഷുസദ്യ ഉണ്ട് എന്ന പരസ്യം ഒന്നും കാറ്ററിംഗ് സ്ഥാപനങ്ങൾ നൽകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഓർഡറുകൾ വന്നു കഴിഞ്ഞാൽ അത് എടുത്തു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി ഇപ്പോൾ ഹോട്ടൽ ഉടമകളും കാറ്ററിംഗ് ഉടമകളും പറയുന്നത്. സ്മൃതി, ശരി. ഷാബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.